എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമന നടപടികൾ വേഗത്തിലാക്കാൻ സംസ്ഥാനതല ജില്ലാതല സമിതികൾക്ക് തുടക്കമിട്ട് വിദ്യാഭ്യാസ വകുപ്പ്. എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് നിയമന സംവരണം ഉറപ്പാക്കാനുള്ള നടപടികൾ സുഗമമാക്കാനാണ് നീക്കം. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് നിയമനം നടത്താനായി സംസ്ഥാനതല ജില്ലാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് നിയമന സംവരണം ഉറപ്പാക്കാനുള്ള നടപടികൾ സർക്കാർ വേഗത്തിലാക്കുകയാണ്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശമനുസരിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതായും നിയമനം നടത്താനായി സംസ്ഥാനതല ജില്ലാതല സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. 1996 മുതൽ 2017 വരെ 3% സംവരണവും പിന്നീട് 4% സംവരണവും നടപ്പാക്കേണ്ടതുണ്ട്. ഭിന്നശേഷി നിയമനങ്ങൾക്കായി സംസ്ഥാനതല ജില്ലാതല സമിതികൾ രൂപീകരിച്ച് ഉത്തരവായി. ഈ സമിതികളുടെ പ്രവർത്തനം ഈ മാസം ഓഗസ്റ്റ് 25-ന് ആരംഭിക്കും. 1 മാസത്തിനുള്ളിൽ നിയമന നടപടികൾ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ നടപടികൾ പൂർത്തിയാക്കുന്നതോടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ കഴിയും. ഭിന്നശേഷി നിയമനം പൂർത്തിയാക്കിയ ശേഷം താൽക്കാലികമായി നിയമനം ലഭിച്ച മറ്റ് അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഉൾപ്പെടെ ഇതുവരെ 1100-ൽ പരം ഭിന്നശേഷി വിഭാഗക്കാർക്ക് നിയമനം നൽകിയിട്ടുണ്ട്. ഭിന്നശേഷി നിയമനം നടക്കുന്നതുവരെ 2018 നവംബർ 18 മുതൽ 2021 നവംബർ 8-നിടയിൽ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ടവർക്ക് പ്രൊഫഷണലായും അതിനുശേഷം നിയമിക്കപ്പെട്ടവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിലും ശമ്പളം നൽകും. ജനം, തിരുവനന്തപുരം.